ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരും ഉണക്കച്ചെമ്മീനും വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് ചക്കക്കുരുവിനൊരു പഞ്ചമില്ല, അപ്പോൾ അത് വെച്ചിട്ട് കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്തതിന് ശേഷം കഴുകിയാലും മതിയാവും. നന്നായിട്ട് ഈ ഒരു മൺചട്ടിയിലിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വരും കേട്ടോ. പിന്നെ കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ, കരിഞ്ഞ് പോയാൽ പിന്നെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ചെമ്മീനൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് ഒരു 10-20 ചക്കക്കുരുയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് നടുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചക്കക്കുരു വെള്ളം ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയതും 2 ചെറിയ ഉള്ളി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ചക്കക്കുരൊക്കെ വെന്ത് വന്നതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ തന്നെ അതേപോലെ വെച്ചാലും മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് റെഡിയാക്കണത്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ചെമ്മീൻ പെട്ടെന്ന് വേവും കേട്ടോ. നമ്മൾ വറുത്തെടുത്തതായതുകൊണ്ട് തന്നെ പഠിച്ച് വെച്ചിട്ട് ചെമ്മീൻ വേകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനിൻ്റെ ഒക്കെ ആ സ്മെല്ലിങ്ങനെ നല്ലതുപോലെ കിട്ടുന്നുണ്ട്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിതാ കുടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 പീസാണ് എടുത്തിട്ടുള്ളത്. ഇതന്നെ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ആ ഒരു പുളി ടേസ്റ്റൊക്കെ ആ ഒരു കറിക്ക് കിട്ടും കേട്ടോ. ഇത് തിളച്ച് വരുന്നതിനനുസരിച്ച് ഇതിലെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ തിക്കാവും വേണ്ട, നല്ലതുപോലെ ലൂസാവും വേണ്ട കേട്ടോ. അതിൻ്റെ നടുക്കുള്ള ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത്. എന്നാൽ തന്നെ ചൂടാറുന്നതിനനുസരിച്ച് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് തൂമിച്ചിട്ട് ചേർക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. കുറച്ച് ചെറിയുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാടൻ കറികളൊക്കെ ഇഷ്ടമാവുന്നവർ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ ചക്കക്കുരില്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കൂട്ടാൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.